Work. I have a lot of work to do today. ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഹാർഡ് വർക്ക് ഓൾവേസ് പേസ് ഓഫ്. കഠിനാധ്വാനം എപ്പോഴും ഫലം കാണിക്കും. പ്ലേ. ചിൽഡ്രൻ ലവ് ടു പ്ലേ ഇൻ ദ പാർക്ക്. കുട്ടികൾക്ക് പാർക്കിൽ കളിക്കാൻ ഇഷ്ടമാണ്. ക്യാൻ വി പ്ലേ എ ഗെയിം ടുനൈറ്റ്? ഇന്ന് രാത്രി നമുക്കൊരു ഗെയിം കളിക്കാമോ? ഷീ നോസ് ഹൗ ടു പ്ലേ ദ പിയാനോ ബ്യൂട്ടിഫുള്ളി. അവൾക്ക് പിയാനോ മനോഹരമായി വായിക്കാൻ അറിയാം. റീഡ്. ഐ എൻജോയ് റീഡിംഗ് ബുക്സ് ഇൻ മൈ ഫ്രീ ടൈം. എൻ്റെ ഒഴിവു സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നു. പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ദയവായി നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഹീ ലൈക്സ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ എവറി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കാൻ ഇഷ്ടമാണ്. റൈറ്റ്. ക്യാൻ യു റൈറ്റ് യുവർ നെയിം ഹിയർ? നിങ്ങളുടെ പേര് ഇവിടെ എഴുതാമോ? ഷീ ലൈക്സ് ടു റൈറ്റ് പോയംസ്. അവൾക്ക് കവിതകൾ എഴുതാൻ ഇഷ്ടമാണ്. ഐ നീഡ് ടു റൈറ്റ് എൻ ഇമെയിൽ ടു മൈ ബോസ്. എൻ്റെ ബോസിന് ഒരു ഇമെയിൽ എഴുതണം. ടോക്ക്. ലെറ്റ്സ് ടോക്ക് എബൌട്ട് യുവർ പ്ലാൻസ്. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാം. ഷീ ലവ്സ് ടു ടോക്ക് ഓൺ ദ ഫോൺ. അവൾക്ക് ഫോണിൽ സംസാരിക്കാൻ ഇഷ്ടമാണ്. വി നീഡ് ടു ടോക്ക് അബൌട്ട് ദിസ് ഇഷ്യൂ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ലിസൺ. പ്ലീസ് ലിസൺ ടു വാട്ട് ഐ എം സേയിങ്. ഞാൻ പറയുന്നത് ദയവായി കേൾക്കുക. ഹീ ലൈക്സ് ടു ലിസൺ ടു മ്യൂസിക് വൈൽ വർക്കിംഗ്. ജോലി ചെയ്യുമ്പോൾ സംഗീതം കേൾക്കാൻ അവനിഷ്ടമാണ്. ലിസൺ കെയർഫുള്ളി ടു ദ ഇൻസ്ട്രക്ഷൻസ്. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. വാച്ച്. ലെറ്റ്സ് വാച്ച് എ മൂവി ടുനൈറ്റ്. ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കാണാം. ഡു യു വാണ്ട് ടു വാച്ച് ദ ന്യൂസ്? നിങ്ങൾക്ക് വാർത്തകൾ കാണണോ? ഐ ഓഫൻ വാച്ച് ബേർഡ്സ് ഇൻ മൈ ഗാർഡൻ. എൻ്റെ പൂന്തോട്ടത്തിൽ ഞാൻ പലപ്പോഴും പക്ഷികളെ കാണാറുണ്ട്. ലേൺ. ഐ വാണ്ട് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. എനിക്കൊരു പുതിയ ഭാഷ പഠിക്കണം. ചിൽഡ്രൻ ലേൺ ക്വിക്ക്ലി. കുട്ടികൾ വേഗത്തിൽ പഠിക്കുന്നു. വി ലേൺ സംതിങ് ന്യൂ എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുന്നു. ടീച്ച്. ഷീ ക്യാൻ ടീച്ച് യു ഹൗ ടു സ്വിം. അവൾക്ക് നിങ്ങളെ നീന്താൻ പഠിപ്പിക്കാൻ കഴിയും. ഐ ടീച്ച് ഇംഗ്ലീഷ് ടു കിഡ്സ്. ഞാൻ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഷീ ടീച്ചസ് മീ ഹൗ ടു ഡ്രോ. അവൾ എന്നെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. ഹെൽപ്പ്. കെൻ യു ഹെൽപ്പ് മീ ക്യാരി ദിസ് ബോക്സ്? ഈ പെട്ടിയെടുക്കാൻ എന്നെ സഹായിക്കാമോ? ഇറ്റ്സ് ഗുഡ് ടു ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്. വി അപ്രീഷിയേറ്റ് യുവർ ഹെൽപ്പ്. നിങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഗിവ്. പ്ലീസ് ഗിവ് മീ ദാറ്റ് ബുക്ക്. ദയവായി ആ പുസ്തകം എനിക്ക് തരൂ. ഇറ്റ്സ് ബെറ്റർ ടു ഗിവ് ദാൻ ടു റിസീവ്. സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ്. ഷീ ഡിസൈഡഡ് ടു ഗിവ് ഹിം എ ചാൻസ്. അവനൊരവസരം നൽകാൻ അവൾ തീരുമാനിച്ചു. ടേക്ക്. പ്ലീസ് ടേക്ക് യുവർ അംബ്രല. ദയവായി നിങ്ങളുടെ കുടയെടുക്കൂ. ക്യാൻ യു ടേക്ക് എ ഫോട്ടോ ഓഫ് അസ്? ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാമോ? ഐ ടേക്ക് ദ ബസ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് ബസ്സിൽ പോകും. മേക്ക്. ലെറ്റ്സ് മേക്ക് എ കേക്ക് ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ പിറന്നാളിന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഷീ ക്യാൻ മേക്ക് ഡെലിഷ്യസ് ഫുഡ്. അവൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും. ദേ പ്ലാൻ ടു മേക്ക് എ ന്യൂ പ്രോഡക്റ്റ്. അവർ ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പദ്ധതിയിടുന്നു. ഗോ. ഐ നീഡ് ടു ഗോ ടു ദ മാർക്കറ്റ്. എനിക്ക് മാർക്കറ്റിൽ പോകണം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്ക് നടക്കാൻ പോകാം. ഹീ ഡിസൈഡഡ് ടു ഗോ ഹോം ഏർലി. അവൻ നേരത്തെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കം. ക്യാൻ യു കം ഹിയർ ഫോർ എ മൊമെന്റ്? ഒരു നിമിഷം ഇങ്ങോട്ട് വരാമോ? ദേ കം ടു വിസിറ്റേഴ്സ് ഓഫൻ. അവർ ഞങ്ങളെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ വരാറുണ്ട്. ഐൽ കം ബാക്ക് ലേറ്റർ. ഞാൻ പിന്നീട് വരാം. ഫൈൻഡ്. ഡിഡ് യു ഫൈൻഡ് യുവർ കീസ്? നിങ്ങളുടെ താക്കോലുകൾ കണ്ടെത്തിയോ? ക്യാൻ യു ഹെൽപ്പ് മീ ഫൈൻഡ് ദിസ്? ഇത് കണ്ടെത്താൻ എന്നെ സഹായിക്കാമോ? വി ഹോപ്പ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ സൂൺ. ഞങ്ങൾ ഉടൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോ.
ഡു യു നോ ഹിസ് നെയിം? നിങ്ങൾക്ക് അവന്റെ പേരറിയാമോ? ഐ ഡോണ്ട് നോ ദി ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയില്ല. ഷി ഡസന്റ് നോ ഹൗ ടു സ്വിം. അവൾക്ക് നീന്താൻ അറിയില്ല. തിങ്ക്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഐഡിയ? ഈ ആശയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഐ നീഡ് സം ടൈം ടു തിങ്ക്. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം. ഹി ലൈക്സ് ടു തിങ്ക് ഡീപ്ലി അബൌട്ട് തിങ്സ്. അവൻ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഫീൽ. ഹൗ ഡു യു ഫീൽ ടുഡേ? ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഐ ഫീൽ ഹാപ്പി വെൻ ഐ ആം വിത്ത് മൈ ഫ്രണ്ട്സ്. എന്റെ കൂട്ടുകാരുമായിരിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. യു ക്യാൻ ഫീൽ ദ വാംത്ത് ഓഫ് ദ സൺ. നിങ്ങൾക്ക് സൂര്യന്റെ ചൂട് അനുഭവിക്കാൻ കഴിയും. ലുക്ക്. ലുക്ക് അറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ആ മനോഹരമായ സൂര്യാസ്തമയത്തിലേക്ക് നോക്കൂ. പ്ലീസ് ലുക്ക് ബോത്ത് വേസ് ബിഫോർ ക്രോസിംഗ്. റോഡ് മുറിച്ചു കടക്കുന്നതിന് മുമ്പ് ഇരുവശത്തും നോക്കുക. ഷീ ഡിസൈഡഡ് ടു ലുക്ക് ഫോർ എ ന്യൂ ജോബ്. അവൾ ഒരു പുതിയ ജോലി കണ്ടെത്താൻ തീരുമാനിച്ചു. വാണ്ട്. ഐ വോണ്ട് എ കപ്പ് ഓഫ് കോഫി. എനിക്കൊരു കപ്പ് കാപ്പി വേണം. ഡു യു വോണ്ട് ടു ഗോ ടു ദ പാർട്ടി? നിങ്ങൾക്ക് പാർട്ടിക്ക് പോകണോ? ദേ വോണ്ട് ടു ബൈ എ ന്യൂ ഹൗസ്. അവർക്ക് പുതിയൊരു വീട് വാങ്ങണം. നീഡ്. ഐ നീഡ് ടു ഫിനിഷ് ദിസ് പ്രോജക്റ്റ് ടുഡേ. എനിക്ക് ഈ പ്രോജക്റ്റ് ഇന്ന് പൂർത്തിയാക്കണം. വി ഓൾ നീഡ് ഫുഡ് ആൻഡ് വാട്ടർ ടു സർവൈവ്. നമുക്കെല്ലാവർക്കും അതിജീവനത്തിന് ഭക്ഷണവും വെള്ളവും ആവശ്യമാണ്. ഡു യു നീഡ് എനി ഹെൽപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? യൂസ്. യു ക്യാൻ യൂസ് മൈ പെൻ. നിങ്ങൾക്ക് എൻ്റെ പേന ഉപയോഗിക്കാം. ഹൗ ഡു യു യൂസ് ദിസ് മെഷീൻ? ഈ മെഷീൻ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വി ഷുഡ് യൂസ് റിസോഴ്സസ് വൈസ്ലി. നമ്മൾ വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കണം. ടെൽ. ക്യാൻ യു ടെൽ മീ ദ ടൈം? സമയം എത്രയാണെന്ന് പറയാമോ? പ്ലീസ് ടെൽ മീ യുവർ സ്റ്റോറി. ദയവായി നിങ്ങളുടെ കഥ എന്നോട് പറയൂ. ഹി ലൈക്സ് ടു ടെൽ ജോക്സ്. അവന് തമാശകൾ പറയാൻ ഇഷ്ടമാണ്. ആസ്ക്. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ്. നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാം. ഷീ ഡിസൈഡഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. അവൾ സഹായം ചോദിക്കാൻ തീരുമാനിച്ചു. ഐ നീഡ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. എനിക്കൊരു ചോദ്യം ചോദിക്കണം. ബൈ. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. ആർ യു ഗോയിങ് ടു ബൈ ദാറ്റ് കാർ? നിങ്ങൾ ആ കാർ വാങ്ങാൻ പോകുകയാണോ? ഷീ ലൈക്സ് ടു ബൈ എ കേക്ക്. അവൾക്ക് കേക്ക് വാങ്ങാൻ ഇഷ്ടമാണ്. സെൽ. ദേ ഡിസൈഡഡ് ടു സെൽ ദിയർ ഓൾഡ് ഹൗസ്. അവർ തങ്ങളുടെ പഴയ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഹി ട്രൈസ് ടു സെൽ ഹിസ് പെയിന്റിങ്സ് ഓൺലൈൻ. അവൻ തന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ വിൽക്കാൻ ശ്രമിക്കുന്നു. ദ ഷോപ്പ് ഡസന്റ് സെൽ ഫ്രഷ് വെജിറ്റബിൾസ്. ആ കടയിൽ പുതിയ പച്ചക്കറികൾ വിൽക്കുന്നില്ല. ലിവ്. വേർ ഡു യു ലിവ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? വി ഓൾ വോണ്ട് ടു ലീവ് എ ഹാപ്പി ലൈഫ്. നമ്മൾ എല്ലാവരും സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലീവ് ഇൻ ദ മോമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് പ്രധാനം. ഡൈ. ഓൾ ലിവിംഗ് തിങ്സ് ഇവൻച്വലി ഡൈ. എല്ലാ ജീവജാലങ്ങളും ഒടുവിൽ മരിക്കും. ദ ഫ്ലവേഴ്സ് വിൽ ഡൈ വിതൗട്ട് വാട്ടർ. വെള്ളമില്ലാതെ പൂക്കൾ വാടിപ്പോകും. മെനി പ്ലാന്റ്സ് ഡൈ ഇൻ ദ വിന്റർ. ശൈത്യകാലത്ത് പല ചെടികളും നശിച്ചു പോകുന്നു. സ്റ്റാർട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മീറ്റിംഗ് നൗ. നമുക്കിപ്പോൾ മീറ്റിംഗ് തുടങ്ങാം. വെൻ ഡു യു സ്റ്റാർട്ട് യുവർ ന്യൂ ജോബ്? നിങ്ങളുടെ പുതിയ ജോലി എപ്പോഴാണ് തുടങ്ങുന്നത്? ദ റേസ് വിൽ സ്റ്റാർട്ട് അറ്റ് 10 AM. മത്സരം രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സ്റ്റോപ്പ്. പ്ലീസ് സ്റ്റോപ്പ് മേക്കിംഗ് നോയ്സ്. ദയവായി ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. ദ കാർ കെയിം ടു എ സഡൻ സ്റ്റോപ്പ്. കാർ പെട്ടെന്ന് നിന്നു. വി നീഡ് ടു സ്റ്റോപ്പ് പൊല്യൂഷൻ. നമ്മൾ മലിനീകരണം തടയണം. ഓപ്പൺ. ക്യാൻ യു ഓപ്പൺ ദ ഡോർ? വാതിൽ തുറക്കാമോ? ദ ഷോപ്പ് വിൽ ഓപ്പൺ അറ്റ് 9 AM.
കട രാവിലെ 9 മണിക്ക് തുറക്കും. ഹി ട്രൈ ടു ഓപ്പൺ ദ ജാർ. അയാൾ പാത്രം തുറക്കാൻ ശ്രമിച്ചു. ക്ലോസ്. പ്ലീസ് ക്ലോസ് ദ വിൻഡോ. ദയവായി ജനൽ അടയ്ക്കുക. ദ ലൈബ്രറി വിൽ ക്ലോസ് അറ്റ് 6 p.m. ലൈബ്രറി വൈകുന്നേരം 6 മണിക്ക് അടയ്ക്കും. ഹി ട്രൈ ടു ക്ലോസ് ദ ഡീൽ ക്വിക്ക്ലി. അവൻ പെട്ടെന്ന് ഇടപാട് പൂർത്തിയാക്കാൻ ശ്രമിച്ചു. വാക്ക്. ലെറ്റ്സ് വാക്ക് ടു ദ പാർക്ക്. നമുക്ക് പാർക്കിലേക്ക് നടക്കാം. ഷീ ലൈക്സ് ടു വാക്ക് ഇൻ ദ മോർണിംഗ്. അവൾക്ക് രാവിലെ നടക്കാൻ ഇഷ്ടമാണ്. ഹി ക്യാൻ വാക്ക് ഫോർ അവേഴ്സ്. അവന് മണിക്കൂറുകളോളം നടക്കാൻ കഴിയും. സിറ്റ്. പ്ലീസ് സിറ്റ് ഡൗൺ. ദയവായി ഇരിക്കുക. ഷീ ലൈക്സ് ടു സിറ്റ് ബൈ ദ വിൻഡോ. അവൾക്ക് ജനലിനരികിൽ ഇരിക്കാൻ ഇഷ്ടമാണ്. ഡോണ്ട് സിറ്റ് ഓൺ ദ വെറ്റ് പെയിന്റ്. നനഞ്ഞ പെയിന്റിലിരിക്കരുത്. സ്റ്റാൻഡ്. ഐ ക്യാൻ സ്റ്റാൻഡ് ഫോർ ടു ലോങ്. എനിക്ക് അധികനേരം നിൽക്കാൻ കഴിയില്ല. ഡോണ്ട് സ്റ്റാൻഡ് ഓൺ ദ ചെയർ. കസേരയിൽ നിൽക്കരുത്. ഹി ലൈക്സ് ടു സ്റ്റാൻഡ് ബൈ ദ ഷോർ ആൻഡ് വാച്ച് ദ വേവ്സ്. അവന് തീരത്ത് നിന്ന് തിരമാലകൾ കാണാൻ ഇഷ്ടമാണ്. സ്ലീപ്പ്. ഐ നീഡ് ടു സ്ലീപ്പ് ഫോർ 8 hours tonight. ഇന്ന് രാത്രി എനിക്ക് 8 മണിക്കൂർ ഉറങ്ങണം. ദ ബേബി ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ് പീസ്ഫുള്ളി. കുഞ്ഞ് ഇപ്പോഴും സമാധാനപരമായി ഉറങ്ങുകയാണ്. ഡോണ്ട് സ്ലീപ്പ് ലേറ്റ് ഓൺ വീക്ക് ഡേയ്സ്. പ്രവൃത്തി ദിവസങ്ങളിൽ വൈകി ഉറങ്ങരുത്. വേക്ക്. വാട്ട് ടൈം ഡു യു യൂഷ്വലി വേക്ക് അപ്പ്? നിങ്ങൾ സാധാരണയായി എത്ര മണിക്ക് ഉണരും? ഐ ട്രൈ ടു വേക്ക് അപ്പ് ഏർലി എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ട്. ദ ലൗഡ് നോയ്സ് മെയ്ഡ് ഹിം വേക്ക് അപ്പ്. ഉച്ചത്തിലുള്ള ശബ്ദം അവനെ ഉണർത്തി. ഈറ്റ്. പ്ലീസ് ഈറ്റ് യുവർ ഡിന്നർ. ദയവായി നിങ്ങളുടെ അത്താഴം കഴിക്കുക. വി ലൈക്ക് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ഞങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹി വിൽ ഈറ്റ് an ആപ്പിൾ ആഫ്റ്റർ ഹിസ് റൺ. ഓട്ടത്തിന് ശേഷം അവൻ ഒരു ആപ്പിൾ കഴിക്കും. ഡ്രിങ്ക്. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ എവറി ഡേ. എല്ലാ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക് സം ടീ? നിങ്ങൾക്ക് കുറച്ച് ചായ കുടിക്കാൻ താൽപ്പര്യമുണ്ടോ? ദ പ്ലാന്റ്സ് ഡ്രിങ്ക് വാട്ടർ ഫ്രം ദ സോയിൽ. ചെടികൾ മണ്ണിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ലവ്. ഐ ലവ് മൈ ഫാമിലി വെരി മച്ച്. ഞാൻ എൻ്റെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലവ് യുവർ സെൽഫ്. സ്വയം സ്നേഹിക്കേണ്ടത് പ്രധാനമാണ്. ദേ ലവ് സ്പെൻഡിങ് ടൈം ടുഗെദർ. അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഹേറ്റ്. ഹി സീംസ് ടു ഹേറ്റ് പബ്ലിക് സ്പീക്കിംഗ്. അവന് പൊതുവേദികളിൽ സംസാരിക്കുന്നത് വെറുപ്പാണെന്ന് തോന്നുന്നു. ഡോണ്ട് ഹേറ്റ് എനിവൺ. ആരെയും വെറുക്കരുത്. ലൈക്ക്. ഐ ലൈക്ക് യുവർ ന്യൂ ഹെയർ കട്ട്. നിങ്ങളുടെ പുതിയ ഹെയർ കട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഡു യു ലൈക്ക് സ്പൈസി ഫുഡ്? നിങ്ങൾക്ക് എരിവുള്ള ഭക്ഷണം ഇഷ്ടമാണോ? ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഡിസ്ലൈക്ക്. ഐ ഡിസ്ലൈക്ക് ക്രൗഡഡ് പ്ലേസസ്. എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങൾ ഇഷ്ടമല്ല. ഹി സീംസ് ടു ഡിസ്ലൈക്ക് മൈ ഐഡിയ. അവന് എൻ്റെ ആശയം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ദേ ഡിസ്ലൈക്ക് ലൗഡ് നോയ്സസ്. അവർക്ക് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഇഷ്ടമല്ല. ഹോപ്പ്. ഐ ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ. നിങ്ങൾക്കൊരു നല്ല ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കാം. ഷീ ഡിഡ്ന്റ് ഹോപ്പ് ഫോർ സച്ച് എ ക്വിക്ക് റിസൾട്ട്. ഇത്രയും വേഗത്തിൽ ഒരു റിസൾട്ട് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഫിയർ. മെനി പീപ്പിൾ ഫിയർ പബ്ലിക് സ്പീക്കിംഗ്. പലർക്കും പൊതുവേദികളിൽ സംസാരിക്കുന്നത് ഭയമാണ്. ഷീ ഹാസ് എ ഫിയർ ഓഫ് ഹൈറ്റ്സ്. അവൾക്ക് ഉയരങ്ങളോട് ഭയമാണ്. ഹീ ഡസൻ ഫിയർ ചാലഞ്ചസ്. അവൻ വെല്ലുവിളികളെ ഭയപ്പെടുന്നില്ല. ലാഫ്. ദേ ഓൾവേസ് ലാഫ് അറ്റ് ഹിസ് ജോക്സ്. അവർ എപ്പോഴും അവൻ്റെ തമാശകൾ കേട്ട് ചിരിക്കും. ഇറ്റ്സ് ഗുഡ് ടു ലാഫ് എവറി ഡേ. എല്ലാ ദിവസവും ചിരിക്കുന്നത് നല്ലതാണ്. ഡോണ്ട് ലാഫ് ടു ലൗഡ്ലി ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ ഉച്ചത്തിൽ ചിരിക്കരുത്. ക്രൈ. ബേബീസ് ഓഫൻ ക്രൈ വെൻ ദേ ആർ ഹംഗ്രി. വിശക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പലപ്പോഴും കരയാറുണ്ട്. ഷീ കുഡന്റ് ഹെൽപ്പ് ബട്ട് ക്രൈ ആഫ്റ്റർ ഹിയറിംഗ് ദ ന്യൂസ്.
ആ വാർത്ത കേട്ടപ്പോൾ അവൾക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്മൈൽ. A warm smile can brighten anyone's day. ഊഷ്മളമായ ഒരു പുഞ്ചിരി ആരുടെയും ദിവസം പ്രകാശമയമാക്കും. She always has a beautiful smile on her face. അവൾക്കെപ്പോഴും മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. He tried to smile despite the pain. വേദനയുണ്ടായിട്ടും അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. Run. Run fast to catch the bus. ബസ് പിടിക്കാൻ വേഗത്തിൽ ഓടുക. She decided to run a marathon next year. അടുത്ത വർഷം ഒരു മാരത്തൺ ഓടാൻ അവൾ തീരുമാനിച്ചു. Don't run with scissors. കത്രികയുമായി ഓടരുത്. Jump. Can you jump over that obstacle? നിങ്ങൾക്ക് ആ തടസ്സം ചാടിക്കടക്കാൻ കഴിയുമോ? He will jump with joy if he wins. അവൻ ജയിച്ചാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. Sing. She loves to sing in the shower. അവൾക്ക് കുളിക്കുമ്പോൾ പാടാൻ ഇഷ്ടമാണ്. Can you sing a song for us? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? The birds sing sweetly in the morning. രാവിലെ പക്ഷികൾ മധുരമായി പാടുന്നു. Dance. They love to dance at parties. അവർക്ക് പാർട്ടികളിൽ നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ്. She can dance gracefully. അവൾക്ക് മനോഹരമായ നൃത്തം ചെയ്യാൻ കഴിയും. Let's dance to this music. നമുക്ക് ഈ സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യാം. Cook. My mother loves to cook. എൻ്റെ അമ്മയ്ക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. Can you cook Italian food? നിങ്ങൾക്ക് ഇറ്റാലിയൻ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുമോ? He decided to cook dinner tonight. ഇന്ന് രാത്രി അത്താഴം പാചകം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. Clean. We need to clean the house today. ഇന്ന് നമ്മൾ വീട് വൃത്തിയാക്കണം. Please clean your room. ദയവായി നിങ്ങളുടെ മുറി വൃത്തിയാക്കുക. She loves to clean and organize. അവൾക്ക് വൃത്തിയാക്കാനും ചിട്ടപ്പെടുത്താനും ഇഷ്ടമാണ്. Wash. Please wash your hands before eating. ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ദയവായി നിങ്ങളുടെ കൈകൾ കഴുകുക. I need to wash the dishes. എനിക്ക് പാത്രങ്ങൾ കഴുകണം. He will wash his car this weekend. ഈ വാരാന്ത്യത്തിൽ അവൻ കാർ കഴുകും. Drive. Can you drive a car? നിങ്ങൾക്കൊരു കാർ ഓടിക്കാൻ കഴിയുമോ? He likes to drive long distances. അവന് ദീർഘദൂരം വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. Please drive carefully. ദയവായി ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. Fly. Birds can fly high in the sky. പക്ഷികൾക്ക് ആകാശത്ത് ഉയരത്തിൽ പറക്കാൻ കഴിയും. I want to fly in an airplane. എനിക്ക് ഒരു വിമാനത്തിൽ പറക്കാൻ ആഗ്രഹമുണ്ട്. Butterflies fly from flower to flower. പൂമ്പാറ്റകൾ പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുന്നു. Swim. Can you swim across the river? നിങ്ങൾക്ക് നദി നീന്തിക്കടക്കാൻ കഴിയുമോ? She loves to swim in the ocean. അവൾക്ക് കടലിൽ നീന്താൻ ഇഷ്ടമാണ്. We can swim at the pool. നമുക്ക് പൂളിൽ നീന്താം. Arrive. The train will arrive at the station soon. ട്രെയിൻ ഉടൻ സ്റ്റേഷനിൽ എത്തും. We hope to arrive before dark. ഇരുട്ടാകുന്നതിനു മുമ്പ് ഞങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. Did the package arrive safely? പാക്കേജ് സുരക്ഷിതമായി എത്തിയോ? Depart. The bus will depart at 6 a.m. ബസ് രാവിലെ 6 മണിക്ക് പുറപ്പെടും. We need to depart early to avoid traffic. ട്രാഫിക് ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ പുറപ്പെടണം. When does your flight depart? നിങ്ങളുടെ വിമാനം എപ്പോഴാണ് പുറപ്പെടുന്നത്? Create. Artists love to create beautiful things. കലാകാരന്മാർ മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇഷ്ടപ്പെടുന്നു. I like to create stories. എനിക്ക് കഥകൾ സൃഷ്ടിക്കാൻ ഇഷ്ടമാണ്. We need to create more job opportunities. നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. Destroy. The storm can destroy everything. കൊടുങ്കാറ്റിനെല്ലാം നശിപ്പിക്കാൻ കഴിയും. We must not destroy the environment.
നമ്മൾ പരിസ്ഥിതിയെ നശിപ്പിക്കരുത്. They destroy the old building. അവർ പഴയ കെട്ടിടം തകർത്തു. Build. They plan to build a new school. അവർ ഒരു പുതിയ സ്കൂൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. It takes time to build a trust. വിശ്വാസം കെട്ടിപ്പടുക്കാൻ സമയമെടുക്കും. The birds will build a nest in that tree. പക്ഷികൾ ആ മരത്തിൽ ഒരു കൂടുണ്ടാക്കും. Demolish. The old factory will be demolished next month. പഴയ ഫാക്ടറി അടുത്ത മാസം പൊളിച്ചു നീക്കും. They decided to demolish the unsafe building. സുരക്ഷിതമല്ലാത്ത കെട്ടിടം പൊളിച്ചു നീക്കാൻ അവർ തീരുമാനിച്ചു. The city plans to demolish the unused bridge. ഉപയോഗിക്കാത്ത പാലം പൊളിച്ചുമാറ്റാൻ നഗരസഭ പദ്ധതിയിടുന്നു. Enter. Please enter through the main gate. പ്രധാന ഗേറ്റിലൂടെ പ്രവേശിക്കുക. You need a ticket to enter the museum. മ്യൂസിയത്തിൽ പ്രവേശിക്കാൻ നിങ്ങൾക്കൊരു ടിക്കറ്റ് വേണം. The students began to enter the classroom. വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ പ്രവേശിക്കാൻ തുടങ്ങി. Exit. Please exit through the back door. ദയവായി പുറകിലെ വാതിലിലൂടെ പുറത്തു കടക്കുക. We need to find the nearest exit. നമുക്ക് ഏറ്റവും അടുത്തുള്ള പുറത്തു കടക്കാനുള്ള വഴി കണ്ടെത്തണം. The crowd began to exit the stadium. ജനക്കൂട്ടം സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങി. Receive. Did you receive my message? എന്റെ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചോ? We were happy to receive the good news. നല്ല വാർത്ത ലഭിച്ചതിൽ ഞങ്ങൾ സന്തോഷിച്ചു. He hopes to receive a promotion soon. അവന് ഉടൻ തന്നെ ഒരു പ്രൊമോഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. Transmit. The radio station can transmit signals over long distances. റേഡിയോ സ്റ്റേഷന് ദീർഘദൂരത്തേക്ക് സിഗ്നലുകൾ കൈമാറാൻ കഴിയും. Information can transmit quickly through the internet. ഇന്റർനെറ്റ് വഴി വിവരങ്ങൾ വേഗത്തിൽ കൈമാറാൻ കഴിയും. The device can transmit data wirelessly. ഉപകരണത്തിന് വയർലെസ്സായി ഡേറ്റ കൈമാറാൻ കഴിയും. Speak. Can you speak louder please? ദയവായി ഉറക്കെ സംസാരിക്കാമോ? She can speak 3 languages fluently. അവൾക്ക് 3 ഭാഷകൾ നന്നായി സംസാരിക്കാൻ കഴിയും. He likes to speak about his experiences. അവന് തന്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. Break. Don't break the glass. ഗ്ലാസ് പൊട്ടിക്കരുത്. It will break if you drop it. നിങ്ങൾ താഴെയിട്ടാൽ അത് പൊട്ടും. He didn't mean to break it. അവൻ അത് പൊട്ടിക്കാൻ ഉദ്ദേശിച്ചില്ല. Fix. Can you fix my bike? എന്റെ ബൈക്ക് നന്നാക്കാമോ? He knows how to fix computers. അവന് കമ്പ്യൂട്ടറുകൾ നന്നാക്കാൻ അറിയാം. We need to fix the broken chair. പൊട്ടിയ കസേര ശരിയാക്കണം. Repair. The mechanic will repair the engine. മെക്കാനിക് എഞ്ചിൻ നന്നാക്കും. This bridge needs repair. ഈ പാലത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. They can repair old furniture. അവർക്ക് പഴയ ഫർണിച്ചറുകൾ നന്നാക്കാൻ കഴിയും. Wear. What should I wear today? ഇന്ന് ഞാൻ എന്ത് ധരിക്കണം? She likes to wear sunglass. അവൾക്ക് സൺഗ്ലാസ് ധരിക്കാൻ ഇഷ്ടമാണ്. He will wear a suit. അവൻ ഒരു സ്യൂട്ട് ധരിക്കും. Bring. Please bring water. ദയവായി വെള്ളം കൊണ്ടുവരിക. Can you bring your book? നിങ്ങളുടെ പുസ്തകം കൊണ്ടുവരാമോ? I will bring snacks. ഞാൻ ലഘുഭക്ഷണം കൊണ്ടുവരും. Carry. He can carry the box. അവന് പെട്ടി ചുമക്കാൻ കഴിയും. They carry water in pots. അവർ വെള്ളം പാത്രങ്ങളിൽ കൊണ്ടുപോകുന്നു. Please carry this carefully. ദയവായി ഇത് ശ്രദ്ധാപൂർവം കൊണ്ടുപോകുക. Push. Push the door open. വാതിൽ തള്ളി തുറക്കൂ. He had to push the car. അവന് കാർ തള്ളേണ്ടി വന്നു. Don't push too hard. അധികം തള്ളരുത്. Pull. Pull the rope. കയർ വലിക്കുക. She tried to pull the chair. അവൾ കസേര വലിക്കാൻ ശ്രമിച്ചു. It's hard to pull the chair. ഇത് വലിക്കാൻ പ്രയാസമാണ്.
Throw. Throw the ball. പന്തെറിയുക. Don't throw trash here. ഇവിടെ മാലിന്യം എറിയരുത്. He will throw the stick. അവൻ വടിയെറിയും. Catch. Try to catch the ball. പന്ത് പിടിക്കാൻ ശ്രമിക്കുക. He can catch fish. അവന് മീൻ പിടിക്കാൻ കഴിയും. I will catch the bus. ഞാൻ ബസ് പിടിക്കും. Seek. We seek knowledge. നമ്മൾ അറിവ് തേടുന്നു. He will seek advice. അവൻ ഉപദേശം തേടും. They seek peace. അവർ സമാധാനം തേടുന്നു. Discuss. Let's discuss the new project. നമുക്ക് പുതിയ പ്രോജക്റ്റ് ചർച്ച ചെയ്യാം. They plan to discuss the budget next week. അവർ അടുത്തയാഴ്ച ബജറ്റ് ചർച്ച ചെയ്യാൻ പദ്ധതിയിടുന്നു. We need to discuss this issue calmly. ഈ വിഷയം നമ്മൾ ശാന്തമായി ചർച്ച ചെയ്യണം. Debate. They will debate the new law. അവർ പുതിയ നിയമത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തും. It's healthy to debate different viewpoints. വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നത് നല്ലതാണ്. The students often debate social issues. വിദ്യാർത്ഥികൾ പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം നടത്താറുണ്ട്. Argue. It's pointless to argue over small things. ചെറിയ കാര്യങ്ങളിൽ വാദിക്കുന്നതിൽ അർത്ഥമില്ല. They tend to argue whenever they meet. അവർ കണ്ടുമുട്ടുമ്പോഴെല്ലാം തർക്കിക്കാറുണ്ട്. Don't argue with the referee. റഫറിയുമായി തർക്കിക്കരുത്. Agree. Do you agree with my opinion? എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? We all agree on the plan. ഞങ്ങളെല്ലാവരും പദ്ധതിയിൽ യോജിക്കുന്നു. She will agree to the terms. അവൾ നിബന്ധനകൾക്ക് സമ്മതിക്കും. Disagree. I disagree with your statement. നിങ്ങളുടെ പ്രസ്താവനയോട് ഞാൻ വിയോജിക്കുന്നു. They often disagree on small matters. ചെറിയ കാര്യങ്ങളിൽ അവർ പലപ്പോഴും വിയോജിക്കാറുണ്ട്. It's okay to disagree respectfully. മാന്യമായി വിയോജിക്കുന്നത് കുഴപ്പമില്ല. Approve. The committee needs to approve the proposal. കമ്മിറ്റി പ്രപ്പോസൽ അംഗീകരിക്കണം. My parents will likely approve my decision. എന്റെ മാതാപിതാക്കൾ എന്റെ തീരുമാനം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. The council voted to approve the new budget. കൗൺസിൽ പുതിയ ബജറ്റ് അംഗീകരിക്കാൻ വോട്ട് ചെയ്തു. Reject. They might reject your application. അവർ നിങ്ങളുടെ അപേക്ഷ നിരസിച്ചേക്കാം. It's hard to reject a good offer. ഒരു നല്ല ഓഫർ നിരസിക്കാൻ പ്രയാസമാണ്. The company decided to reject the merger. ലയനം നിരസിക്കാൻ കമ്പനി തീരുമാനിച്ചു. Accept. Will you accept my apology? എന്റെ ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കുമോ? It's important to accept your flaws. നിങ്ങളുടെ കുറവുകൾ അംഗീകരിക്കുന്നത് പ്രധാനമാണ്. They decided to accept the offer. അവർ ആ ഓഫർ സ്വീകരിക്കാൻ തീരുമാനിച്ചു. Refuse. He had to refuse the invitation. അവന് ക്ഷണം നിരസിക്കേണ്ടി വന്നു. She will refuse to cooperate. അവൾ സഹകരിക്കാൻ വിസമ്മതിക്കും. Don't refuse a helping hand. സഹായം നിരസിക്കരുത്. Communicate. It's important to communicate clearly. വ്യക്തമായി ബന്ധപ്പെടുന്നത് പ്രധാനമാണ്. They can communicate through phone. അവർക്ക് ഫോണിലൂടെ ആശയവിനിമയം നടത്താൻ കഴിയും. We need to communicate our needs effectively. നമ്മുടെ ആവശ്യങ്ങൾ ഫലപ്രദമായി അറിയിക്കേണ്ടത് ആവശ്യമാണ്. Connect. Can you connect these two wires? ഈ രണ്ട് വയറുകൾ ബന്ധിപ്പിക്കാമോ? The new bridge will connect the two cities. പുതിയ പാലം രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കും. Social media helps people to connect. സോഷ്യൽ മീഡിയ ആളുകളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. Separate. They sat at separate tables. അവർ പ്രത്യേക മേശകളിൽ ഇരുന്നു. Separate the clothes before washing. കഴുകുന്നതിനു മുമ്പ് വസ്ത്രങ്ങൾ വേർതിരിക്കുക. It's hard to separate fact from fiction. യാഥാർത്ഥ്യത്തെ ഭാവനയിൽ നിന്ന് വേർപെടുത്താൻ പ്രയാസമാണ്. Join. Would you like to join our team? നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ താൽപ്പര്യമുണ്ടോ?
The two rivers join to form a larger one. രണ്ട് നദികൾ ചേർന്ന് ഒരു വലിയ നദി രൂപപ്പെടുന്നു. Please join us for dinner tonight. ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം ചേരുക. Divide. We need to divide the cake into equal parts. നമ്മൾ കേക്ക് തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം. Let's divide everyone into 2 teams. നമുക്ക് എല്ലാവരെയും 2 ടീമുകളായി തിരിക്കാം. Don't divide your attention too much. നിങ്ങളുടെ ശ്രദ്ധ അമിതമായി വിഭജിക്കരുത്. Multiply. You need to multiply these numbers. നിങ്ങൾ ഈ സംഖ്യകളെ ഗുണിക്കേണ്ടതുണ്ട്. The company hopes to multiply its profits. കമ്പനി തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കാൻ പ്രതീക്ഷിക്കുന്നു. Add. Please add some sugar to your coffee. ദയവായി നിങ്ങളുടെ കാപ്പിയിൽ കുറച്ച് പഞ്ചസാര ചേർക്കുക. We need to add more members to the team. ടീമിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കേണ്ടതുണ്ട്. You can add your comments at the end. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവസാനം ചേർക്കാവുന്നതാണ്. Wait. Please wait for me. ദയവായി എനിക്ക് വേണ്ടി കാത്തിരിക്കുക. I will wait here. ഞാൻ ഇവിടെ കാത്തിരിക്കാം. They had to wait long. അവർക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു. Sit. Sit on the chair. കസേരയിലിരിക്കുക. She likes to sit near the window. അവൾക്ക് ജനലിനടുത്തിരിക്കാൻ ഇഷ്ടമാണ്. Let's sit and talk. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. Crawl. Babies learn to crawl. കുഞ്ഞുങ്ങൾ ഇഴയാൻ പഠിക്കുന്നു. The snake will crawl away. പാമ്പ് ഇഴഞ്ഞു പോകും. Traffic began to crawl. ട്രാഫിക് ഇഴയാൻ തുടങ്ങി.